നമസ്കാരം. പണ്ട് പണ്ട് ഒരിടത്തൊരിടത്തൊരു രാജാവുണ്ടായിരുന്നു. രാജാവിന് രാജ്യഭരണത്തെക്കാൾ വസ്ത്രധാരണത്തിലായിരുന്നു കമ്പം. ഏറ്റവും വില കൂടിയ വസ്ത്രവും മാത്രം ധരിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ കമ്പമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ട് നെയ്ത്തുകാർ വളരെ കൂടിയ ഒരു വസ്ത്രം നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ വന്നു. മന്ത്രിസഭ കൂടുന്ന സമയം ഒരു പെട്ടിയിൽ വസ്ത്രവുമായിട്ടാണ് വന്നത്. അപ്പം ആ നെയ്ത്തുകാർ രാജാവിനോട് പറഞ്ഞു, ഈ വസ്ത്രം ബുദ്ധിയുള്ളവർക്കും ഇരിക്കുന്ന സ്ഥാനത്തിന് അർഹതയുള്ളവർക്കും മാത്രമേ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പെട്ടി തുറന്ന് നോക്കി, അതിലൊന്നുമില്ല. പക്ഷെ ബുദ്ധിയില്ലെന്നും ഇരിക്കുന്ന സ്ഥാനത്തിന് അർഹതയില്ലെന്നും പറഞ്ഞാൽ അത് നാണക്കേടാകുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞു, ഇത് നല്ല വസ്ത്രമാണല്ലോ എന്ന്. മന്ത്രിസഭയിലുള്ള എല്ലാവരും ആ പെട്ടി തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു, എന്ത് നല്ല വസ്ത്രമാണെന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ട് അദ്ദേഹം ആ വസ്ത്രവും ധരിച്ച് ഒരിക്കൽ വീതിയിലേക്ക് ഇറങ്ങി. അപ്പോൾ നഗരമധ്യത്തിലൂടെ പോകുമ്പോൾ ഇതറിഞ്ഞ എല്ലാ നാട്ടുകാരും പറഞ്ഞു, എന്ത് നല്ല വസ്ത്രമാണ് അങ്ങ് ധരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു കൊച്ചു കുട്ടി മാത്രം ഇതൊന്നും അറിയാതെ വിളിച്ചു പറഞ്ഞു, പ്രഭു, നമ്മുടെ രാജാവ് നഗ്നനാണല്ലോ എന്ന്. അപ്പോഴാണ് അദ്ദേഹം താഴോട്ട് നോക്കിയത്, എൻ്റെ ദേഹത്തൊന്നുമില്ലല്ലോ എന്ന്. അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഞാൻ നഗ്നനാണ് എന്നും. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തിനെ കൂടുതൽ രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നയിച്ചത് എന്നുമാണ് ഈ നാടോടി കഥയുടെ സാരം. ഈ കഥ ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് തുടർന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 1834 വോൺ ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ എന്ന ഒരു ഡാനിഷ് കഥാകാരൻ എഴുതിയ കഥയാണിത്. ലോകമെമ്പും പ്രസിദ്ധമായ ദി എംപറേഴ്സ് ന്യൂ ക്ലോത്ത്, അല്ലെ എംപറർ ഈസ് നേക്കഡ് എന്ന ഒരു കഥയുടെ ആ ഒരു ആവിഷ്കാരമാണിത്. 1983 ഡിസംബർ 12 ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS ജോയിൻ ചെയ്യുന്നത്. നീണ്ട 43 വർഷം. അപ്പം അക്കാലത്തൊക്കെ ഈ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേഷൻ ഒന്നുമില്ല. അന്ന് പറയുന്നത് ഈ ഡിസംബർ 12 ഞങ്ങൾ പറയുന്ന പേര് കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ച എല്ലാവർക്കും അറിയാം, ഡെത്ത് ആനിവേഴ്സറി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജീവിതം അത്തരത്തിലാണ്, അതൊരു തമാശയായിട്ടാണെങ്കിലും ഡെത്ത് ആനിവേഴ്സറി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ കഴിഞ്ഞ 1996 ഒരു ന്യൂറോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ആരംഭിച്ചതിന് ശേഷം ഞാൻ കണ്ട ചില ഗൗരവമുള്ള മാറ്റങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ പതിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആദ്യത്തെ 10 വർഷം എൻ്റെ അടുത്ത് എല്ലാവരും ഉപദേശം തേടി വരുമായിരുന്നു, അഡ്വൈസ്. രണ്ടാമത്തെ 10 വർഷം എല്ലാവരും വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ, ആ രീതിയിലുള്ള വരവായിരുന്നു. അപ്പോൾ നമ്മുടെ ആ സ്ഥാനം കുറഞ്ഞു വന്നുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ സജഷൻ എന്നാണ്. വാട്ട് ഈസ് യുവർ സജഷൻ? അപ്പം എന്തോ ഒരു മാറ്റം ഈ ചികിത്സാ രംഗത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്നും കൂടി ഞാൻ പറയാം. ഇന്ന് ഞാൻ OPയിലിരുന്നപ്പോൾ എൻ്റെ അടുത്തൊരു രോഗി വന്നു. 26 വയസ്സുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ട് കൂടെ. വൈഫിന് കൂടി വന്നാൽ 19-20 വയസ്സ് പ്രായം. അപ്പോൾ അവർക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു സ്പേം കൗണ്ട് കുറവാണ്. അപ്പോൾ എപ്പിലെപ്റ്റിക് പേഷ്യൻ്റാണ്, ലെവിട്രസെറ്റമും ഫ്രിസിയം എന്ന 2 മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടർ, ഞങ്ങളൊരു ഹോമിയോ ഡോക്ടർ ചികിത്സയിലാണ്. ആ ഹോമിയോ ഡോക്ടർ പറഞ്ഞു ഈ കഴിക്കുന്ന മരുന്ന് കൊണ്ടാണ് സ്പേം കൗണ്ട് കുറഞ്ഞതെന്ന്. അപ്പോൾ സത്യത്തിൽ ഏതൊരു അലോപ്പതി ഡോക്ടറും അതിനോട് പ്രതികരിക്കുക ഒരു കാരണവശാലും ഇത് ശരിയല്ല എന്നാണ്, അല്ലേ? ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ആ 20 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഞാൻ ഗൂഗിളിൽ നോക്കി, അപ്പോൾ ഇത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അല്പം ഇറിറ്റേഷനോട് കൂടി ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ChatGPT എൻ്റെ കൂടപ്പുറപ്പായ ചുറ്റിക്കളിയുള്ള കാമുകിയോട് ചോദിച്ചു, ChatGPT ഇത് സത്യമാണോ എന്ന്. ChatGPT പറഞ്ഞു ഇറ്റ് ഈസ് വെരി റെയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഇത് സാധാരണ കാണുന്നതല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നുകൂടി ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് കാണുന്നത് 20% രോഗികളിൽ ലെവിട്രസെറ്റം കഴിക്കുന്നവരിൽ സ്പേം മോർട്ടിലിറ്റി തീർച്ചയായും കുറയുമെന്നത്. അപ്പോൾ പണ്ടത്തെ എൻ്റെ ആ ജാഥയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ അവരോട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു, ശരിയാണ്, ലെവിട്രസെറ്റം കഴിക്കുന്ന രോഗികളിൽ സ്പേം കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊന്ന് നോക്കിയപ്പോൾ കണ്ടു ലാക്ടോസമൈഡ് പറഞ്ഞ വേറൊരു മരുന്നാണ് അതിന് ഏറ്റവും നല്ലത്. ഞാൻ വളരെ സൗമ്യമായിട്ട് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റിവെച്ചു. നമ്മളൊക്കെ ഡോക്ടർമാർ വളരെ വളരെ അല്പം അഹങ്കാരത്തോടെ അണിയുന്ന ഒരു പട്ടുകുപ്പായമാണ് ദി
നോളജ് എന്ന് പറയുന്ന ഈ പട്ടുകുപ്പായം, അത് ഒരു സുപ്രഭാതത്തിൽ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ ഒരു കൊച്ചുകുട്ടി, ഈ ജനറേറ്റീവ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ChatGPT എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന ആ കൊച്ചുകുട്ടി വിളിച്ചു പറഞ്ഞു, ഡോക്ടർ നഗ്നനാണെന്ന്. ബിക്കോസ് ആ മേലങ്കി ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാവരും തിരിച്ചറിഞ്ഞേ പറ്റൂ. നമ്മളിൽ മുമ്പിലിരിക്കുന്ന രോഗിക്ക്, കാരണം ആ ഒരു പേഷ്യൻറ്റിന് ലെവിട്രസെറ്റാമും ലോബസാമിൻ്റെ സൈഡ് എഫക്ട്സ് മാത്രം അന്വേഷിച്ചാൽ മതി. എനിക്ക് ആയിരക്കണക്കിന് മരുന്നുകളുടെ സൈഡ് എഫക്റ്റും എല്ലാം ഓർത്തിരിക്കുക തികച്ചും അസാധ്യമാണ്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിപ്പിസ്റ്റ് എന്ന് പറയപ്പെടുന്ന കുറേ വ്യക്തികളുണ്ടായിരുന്നു. അവർക്ക് ഈ ഹാരിസൺ ഒക്കെ കാണാപ്പാടം പറയുന്നതായിരുന്നു അവരുടെ പവർ എന്ന് പറയുന്നത്. അവരൊക്കെയായിരുന്നു ക്ലാസ്സിൽ ഒന്നാമതായിരുന്നത്. അവരൊക്കെയാണ് എപ്പോഴും ഷൈൻ ചെയ്യുന്ന ക്ലാസ്മേറ്റ്സ്. പക്ഷേ ഇന്നത് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നോളജ് ഹാസ് ബീൻ ടേക്കൺ എവേ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഡോക്ടേഴ്സ്. ഇതെല്ലാവരും തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പം ഈ ഒരു മാറ്റമാണ് നമുക്ക് ഡോക്ടർമാർക്ക് ഈ കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയിരിക്കുന്നത്. അതായത് നമുക്കിപ്പം ഇതെല്ലാം ഓർത്ത് വെച്ച് തലപുകയേണ്ട ആവശ്യമില്ല. ഈ നോളജെല്ലാം ഞൊടിയിടയിൽ നമ്മുടെ കയ്യിൽ വളരെ കൃത്യമായി ലഭ്യമാണ്. ഇപ്പോൾ എങ്ങനെ സോഡിയം കറക്റ്റ് ചെയ്യണം, ഇതൊക്കെ ഞൊടിയിടയിൽ ലഭ്യമാണ്. എങ്ങും സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എങ്ങനെ ഒരു നല്ല ഡോക്ടർ ആകാമെന്ന് ഈ സാഹചര്യത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പുതിയ ഡോക്ടർമാരെല്ലാം. ഇത് മാത്രമേ ഒരു കഴിഞ്ഞ 40 വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളൂ. 1, നോളജ് ഹാസ് ബിക്കം ഇറിലവൻറ്റ്. 2, വാട്ട് ഈസ് റിലവൻറ്റ് ഈസ് ഓൺലി സ്കിൽസ്. നമ്മുടെ ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് വരുന്ന ഒരു ചെറിയ കാര്യത്തിനാണ്. ഒരു IV ലൈൻ ഇടാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു കത്തീട്രൈസ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു എൻഡോട്രക്കിൽ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. ഇത്തരത്തിലുള്ള സ്കിൽസാണ് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ടത്. രണ്ടാമത് എമ്പതി. അതായത് ഒരു രോഗിയോട് നമ്മുടെ നോളജിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു, വി വിൽ ഹെൽപ്പ് യു ഔട്ട് ടു ടൈഡ് ഓവർ ദിസ് ക്രൈസിസ്, വി അക്നോളജ്, ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യുവർ പെയിൻ. പലപ്പോഴും നമ്മൾ നിസ്സാരവൽക്കരിക്കാറുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ. ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ദം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ആംബിയൻ ലിസണിങ് ടെക്നോളജി. അതായത് നമ്മളിപ്പോൾ ഒരു എല്ലാവരുടെയും കംപ്ലയിൻ്റ് ആണ് കമ്പ്യൂട്ടർ ഇതെങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കുമെന്നുള്ളത്. ആംബിയൻ ലിസണിങ് ടെക്നോളജി ഉപയോഗിച്ചാൽ നമ്മളൊരു രോഗിയോട് മുഖത്ത് നോക്കി വളരെ സ്നേഹത്തോടെ സംസാരിച്ച് അവരുടെ വീട്ടുകാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ സംസാരിക്കുകയും ഈ ആംബിയൻ ലിസണിങ് ടെക്നോളജി അതെല്ലാം അബ്സ്ട്രാക്ട് ചെയ്ത് നല്ലൊരു നോട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലോ കീബോർഡിലോ പോലും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് വളരെയധികം പവറാണ് ഡോക്ടേഴ്സിന് കിട്ടുന്നത്. നമുക്ക് നല്ല ഒരു എമ്പതിയുള്ള ഒരു ഡോക്ടറാകാം. നല്ല വിവരമുള്ള ഒരു ഗേൾ ഫ്രണ്ട് നമ്മുടെ കൂടെയുണ്ട്, ഒരു സെക്രട്ടറി നമ്മുടെ കൂടെയുണ്ട്. അവരോട് ചോദിച്ച എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും. സോ വെൻ യു ടേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആസ് യുവർ സെക്രട്ടറി, ആസ് യുവർ അസിസ്റ്റൻറ്റ്, യു ബിക്കം സോ പവർഫുൾ ദാറ്റ് നമുക്കിപ്പോൾ തിരിച്ച ആ അവസരം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ തലപൊകഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ബി എ ഗുഡ് ഡോക്ടർ by showing empathy, time, attention, everything, but you should have the skills. ഏത് വേദിയിലായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിലായിക്കോട്ടെ. ജോൺസനെ ചിലപ്പോഴും ചോദിക്കാറുണ്ട് ചോദ്യമുണ്ട്, ഡോക്ടറെ ഒരാളെ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് പണി അറിയാമോ എന്നൊന്ന് നോക്കണം ഡോക്ടറെ എന്ന്. അതായത് ഇപ്പോൾ പണി അറിയാമോ എന്നുള്ളതാണ് ഇക്കാലത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. ജൂലൈ 1 എല്ലാവരും പറയും, എല്ലാ ഡോക്ടർമാരോടും പറയും, നിങ്ങൾ ദൈവമാണ്, നിങ്ങൾ ഹീറോയാണ്. ഇന്നും കേൾക്കും നിങ്ങൾ കുറേയല്ല. പക്ഷേ നമ്മൾ ഹീറോയല്ല, നമ്മൾ ദൈവമല്ല, ദൈവതുല്യവുമല്ല, നമ്മൾ സാധാരണ മനുഷ്യർ മാത്രമാണ്. കാരണം ഈ പീഠത്തിലൊക്കെ കയറിയിരിക്കുമ്പോഴാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഹീറോയ്ക്ക് ഒരിക്കലും വിഷമം പറയാൻ പറ്റില്ല, സങ്കടം പറയാൻ പറ്റില്ല. ദേ കനോട്ട് ബ്രേക്ക് ഡൗൺ, ദേ കനോട്ട് ബേൺ ഔട്ട്, ദേ ഹാവ് ടു ഷോ കമ്പാഷൻ ഓൾ ദ ടൈം. നമുക്കെപ്പോഴും 24 മണിക്കൂറും 365 ദിവസവും എല്ലാവരുടെയും സഹാനുഭൂതി മാത്രം കാണിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. വി ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്സ്. നമുക്ക് രാത്രി ഉറക്കം വേണം. സൂയിസൈഡ് റേറ്റ്സ് ആർ മച്ച് ഹയർ. അപ്പോൾ കമ്പാഷൻ ഫാറ്റിഗ് ഈസ് റിയൽ. സെക്കൻഡ് വിക്ടിം ഫിനോമിനൻ ഈസ് റിയൽ. നമ്മുടെ ഒരു കുറ്റം കൊണ്ട് അല്ലെങ്കിലും ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻ വരുന്നു. ആ സർജൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആ സർജന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഡോക്ടർമാർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഇതെല്ലാം തിരിച്ചറിയുകയും let us shed the image of heroism, let us shed the image of godliness. ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഹ്യൂമനിസം മാത്രമാണ്. let us be humane once again. അപ്പോൾ എല്ലാവരും നല്ലത് പറയും. അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്ന എല്ലാവരും ഞാൻ പറയണ്ടേ, ഇത്രയേ ഉള്ളൂ, കുറച്ചുകൂടി പറയത്തില്ലേ എന്നൊക്കെ തമാശയായിട്ട് ചോദിക്കാറുണ്ട്.
പക്ഷേ ലെറ്റസ് ബി ഹ്യൂമൻ, ലെറ്റ് എവറിബഡി കൺസിഡർ എസ് ഹ്യൂമൻ. അതായിരിക്കട്ടെ ഈ ഡോക്ടേഴ്സ് ഡേയിൽ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്. ലെറ്റസ് ഓൾസോ ഫൈൻഡ് ടൈം ഫോർ അവേഴ്സെൽസ് സോ ദാറ്റ് ലെറ്റസ് ബി ഹെൽത്തി, ലെറ്റസ് ബി ഹാപ്പി. ഇനി അവസാനമായി എൻ്റെ കടമയിലേക്ക്. വേദിയിലിരിക്കുന്ന ചെറിയൊരു സർജറി കഴിഞ്ഞ് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നമ്മളോട് കൊണ്ട് എത്തിയ ഏറ്റവും പ്രിയപ്പെട്ട UH-ന് ആദ്യമേ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ജോൺസൺ അച്ഛന് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിലും ജോൺസൺ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അച്ഛന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് സണ്ണി സാറിന്, ജേക്കബ് വർഗീസ്, മുരുകൻ ബാബു, അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാ അച്ഛന്മാർക്കും, മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവർക്കും, എല്ലാ ഡോക്ടർമാർക്കും ഇന്നത്തെ ഈ ആഘോഷ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തട്ടെ.